കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 11, 29 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ യേശു അരുളി ചെയ്തു, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. യോന നിനീവേക്കാർക്ക് അടയാളമായിരുന്നത് പോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. ദക്ഷിണദേശത്തെ രാജ്ഞി വിധിദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും വന്നു. എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നിനിവേ നിവാസികൾ വിധിദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഏതൊരു ചാനലുണ്ട്, പച്ചയ്ക്ക് പറയുന്നു എന്ന് പറയുന്നൊരു ചാനൽ ഉണ്ട് അല്ലേ? പച്ചയ്ക്ക് പറയുന്നു. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുമ്പോൾ, വായിച്ചു പോകുമ്പോൾ കർത്താവ് വളരെ ബ്ലണ്ടായിട്ട് പച്ചയ്ക്ക് ചില കാര്യങ്ങൾ തന്നെ ശ്രവിക്കാൻ ഒരുമിച്ച് കൂടിയ ജനക്കൂട്ടത്തോട് പറയുക. അത് പറയുന്നതും കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ആദ്യം തന്നെ പറഞ്ഞാൽ ഈ തലമുറ, എന്നെ ശ്രവിക്കുന്ന ഈ തലമുറ ദുഷിച്ച തലമുറയാണെന്ന് പറഞ്ഞത്. അതിന് കാരണം കർത്താവ് പറയുന്നുണ്ട്, അടയാളങ്ങൾ അന്വേഷിക്കുന്നു. അടയാളങ്ങൾ അന്വേഷിക്കുന്നു. സുവിശേഷത്തിൻ്റെ മുന്നോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വായിച്ചു പോകുമ്പോൾ ഈശോ ഇന്നലകളിൽ നിരവധിയായ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചതാണ്. എന്നിട്ട് അവർക്കത് പോരാ. നിരവധിയായ സൗഖ്യങ്ങളും വിടുതലുകളും ഒക്കെ വലിയ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിച്ചതിൻ്റെ സാക്ഷ്യങ്ങൾ അവരുടെ കൺമുമ്പിലുള്ളപ്പോഴും അവരതുകൊണ്ടൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. വീണ്ടും അവർ അടയാളങ്ങൾ അന്വേഷിക്കുക, അത്ഭുതങ്ങൾ അന്വേഷിച്ചാണ് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. കർത്താവ് പറയും, ഇതൊരു ദുഷിച്ച തലമുറയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അവർ തൊട്ടടുത്ത് നിൽക്കുന്ന, ലോകത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഉന്നതമായ രക്ഷയുടെ അടയാളം തന്നെയായ യേശുവിനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ക്ഷേമരാജ്ഞിയെക്കുറിച്ചൊക്കെ പറഞ്ഞത്. ആ രാജ്ഞി ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും ജ്ഞാനം സ്വന്തമാക്കാൻ വേണ്ടി സോളമൻ്റെ അടുത്ത് വന്നു. ഇത് കർത്താവ് തൊട്ടടുത്ത് നിന്നിട്ട്, ലോകത്തിൻ്റെ രക്ഷകൻ തൊട്ടടുത്ത് നിന്നിട്ട് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് അവരെ വിമർശനാത്മകമായ രീതിയിൽ കർത്താവ് ജനത്തോട് സംസാരിക്കുന്നത്. നിങ്ങൾ അടയാളങ്ങൾ അന്വേഷിക്കുന്നു. കർത്താവ് ജീവിക്കുന്ന കർത്താവ് തൊട്ടടുത്ത് നിൽക്കുകയും, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കും. വേറൊരു അടയാളം ഇനി നൽകപ്പെടില്ല എന്നാണ്. മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കും. ഇപ്പം നമ്മുടെ ഈ തലമുറയിൽ എങ്ങനെ സ്നേഹിക്കണം എന്നതിൻ്റെ അടയാളം ഈശോ തന്നെയാണ്. എങ്ങനെ ക്ഷമിക്കണം എന്നതിൻ്റെ അടയാളം ഈശോ തന്നെയാണ്. എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കണം, എങ്ങനെ പിതാവിൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങി അനുസരണമുള്ളവരായി വിധേയപ്പെട്ട് ജീവിക്കണം, ഇതൊക്കെ അടയാളം തന്നെയായി ഈശോ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി മറ്റൊരു ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ, യഥാർത്ഥ സുവിശേഷ ജീവിതം നയിക്കാൻ, യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെ ജീവിതം നയിക്കാൻ മറ്റൊരു അടയാളത്തിൻ്റെ ആവശ്യമില്ല. സ്വർഗത്തിലെത്തുവോളം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ നിത്യതയിലെത്തിക്കുവാൻ ഈ ലോകത്തിൽ വഴിയും സത്യവും ജീവനുമായി കടന്നു വന്ന യേശുക്രിസ്തുവാകുന്ന അടയാളം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെയൊക്കെ പ്രശ്നം നമ്മുടെ കൺമുമ്പിലുള്ളതിനെ തിരസ്കരിച്ചിട്ട് അകലെയുള്ളതിനെ അന്വേഷിച്ച് പോകുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. നമ്മുടെ കൂടെ ഈ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ജീവിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇത് അനുഭവിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഓടി നടക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എത്രയോ കുടുംബാംഗങ്ങൾ, നമ്മുടെ തന്നെ വേണ്ടപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ, സ്നേഹിക്കുന്നവർ നമ്മുടെ കുടുംബത്തിലുണ്ട്, ചേർത്ത് പിടിക്കുന്നവർ നമ്മുടെ കുടുംബത്തിലുണ്ട്. എന്നിട്ട് ഇന്ന് നമ്മുടെ ഈ തലമുറ
സ്നേഹം അന്വേഷിച്ച് എങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്? കണ്ണെത്തും ദൂരത്തും സ്വഭവനത്തിൽ തന്നെ സ്നേഹിക്കാൻ ഒരപ്പനുണ്ട്, ഒരമ്മയുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്. എല്ലാവരും ഉണ്ടായിട്ടും സ്നേഹത്തിന് വേണ്ടി എവിടെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ തലമുറ പരതിക്കൊണ്ടിരിക്കുന്നത്? ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സ്നേഹത്തിൻ്റെ ചാറ്റിൻ്റെ ഇങ്ങനെ വീഡിയോ കോളുകളുടെ ഒക്കെ മാധ്യമ സൃഷ്ടികൾ ഇപ്പോൾ ഉണ്ട്. പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ആരുമില്ലേ, നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല, അങ്ങനെ തോന്നലുണ്ടെങ്കിൽ അരികെ ഇരിക്കാൻ ആപ്പുകളുണ്ട്, അകന്നിരിക്കാൻ ആപ്പുകളുണ്ട്, നിരന്തരം സംസാരിക്കാൻ. നമുക്ക് വെറുതെ ഒരു ആപ്ലിക്കേഷൻ കയറിയാൽ കുറേ പേര് ഇങ്ങനെ വെറുതെ ഇരിപ്പുണ്ട്. എന്തിനാ? സംസാരിക്കാനായിട്ട്. ആരും സംസാരിക്കാനില്ലാത്തവരോട് സംസാരിക്കാൻ. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ വസിക്കുന്നവരുടെ സ്നേഹവും കൂടെയുള്ളവരുടെ ആവശ്യങ്ങളും അവരുടെ വേദനകളും അവരുടെ സങ്കടങ്ങളും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റാതെ അകലങ്ങളിലുള്ളതാണ് നമ്മൾ ഇന്ന് പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അപ്പനിലൂടെ അമ്മയിലൂടെ ഒക്കെ അനുഭവിക്കുന്ന സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ്. കൂടപ്പിറപ്പുകളോട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസ്നേഹമാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും നാം സ്വീകരിക്കുന്നത് നിത്യമായ സ്നേഹമാണ്. ഓരോ കൂദാശകളിലൂടെയും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ നിത്യമായ കരുണയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മളിപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ടാണ് ഈശോ അവരുടെ കൂടെ ഉണ്ടായിട്ട്, അത്ഭുതങ്ങളുടെ രാജാവ് അവരുടെ കൂടെ ഉണ്ടായിട്ട്, ലോകത്തിന് വേണ്ടി നൽകപ്പെട്ട നിത്യമായ അടയാളം കൂടെ അവർ വീണ്ടും അടയാളം അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അവർ വീണ്ടും അത്ഭുതങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇനിയൊരു അടയാളം ഇവർക്ക് നൽകപ്പെടില്ല. അത് നിനീവേക്കാരുടെ ഇടയിലേക്ക് കടന്നുപോയ യോനയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? യോന ഒരു വിജാതീയ സമൂഹത്തിൻ്റെ നടുവിൽ നിനിവേയിൽ ചെന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ അവർ മാനസാന്തരപ്പെട്ടു, അവരനുദപിച്ചു. ഇത് ജീവിക്കുന്ന കർത്താവ് സുവിശേഷം പറഞ്ഞിട്ട് ഈ ജനത അനുദപിക്കാതിരിക്കുന്നത് കൊണ്ട്, ഹൃദയം കഠിനമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് കർത്താവ് അവരെ ദുഷിച്ച തലമുറ എന്ന് വിളിച്ചത്. പിന്നും കർത്താവ് ദുഷിച്ച തലമുറ എന്ന് വിളിക്കുന്നത് ഹൃദയം കൊണ്ട് എളിമപ്പെടാതെ അഹങ്കാരത്തോടെ ജീവിക്കുന്ന, ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെ തിരസ്കരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരെയാണ് ദൈവം ദുഷിച്ച തലമുറ എന്ന് വിളിക്കുക. അതെന്താ? ഇത്രയും സാഹചര്യങ്ങളുണ്ടായിട്ടും സ്നേഹിക്കാനും ക്ഷമിക്കാനും വിശുദ്ധ ജീവിതം നയിക്കാനും പ്രാർത്ഥിക്കാനും കർത്താവിൻ്റെ കരുണ അനുഭവിക്കാനും അത്രമാത്രം സാധ്യതകൾ ഉണ്ടായിട്ട്, അത് കൺമുമ്പിൽ വിരൽ തുമ്പിൽ കയ്യെത്തും ദൂരത്ത് ഈ സാധ്യതകൾ നിൽക്കുമ്പോൾ വിശുദ്ധ കുർബാന നമ്മുടെ കയ്യിലേക്കാണ് വരുന്നത്, നമ്മുടെ നാവിലേക്കാണ് വിശുദ്ധ കുർബാന വരുന്നത്. ഇത്രയും സാധ്യതകൾ ഉണ്ടായിട്ട് അഹങ്കാരം കൊണ്ട് അതിനെ നിഷേധിക്കുന്ന, തള്ളിക്കളയുന്ന ഒരു ജനതയാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ദുഷിച്ച തലമുറയാണ്. അടയാളങ്ങളുടെ രാജാവ്, അത്ഭുതങ്ങളുടെ രാജാവ് തൊട്ടടുത്ത് നിന്നിട്ടും നിങ്ങളിപ്പോഴും അടയാളങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അടയാളങ്ങളുടെ നാഥനായ കർത്താവിനെ അന്വേഷിക്കാൻ അവരെപ്പോഴും തയ്യാറായില്ല എന്നുള്ളത് കൊണ്ടാണ് ഈശോവരെ ദുഷിച്ച തലമുറ എന്ന് വിളിച്ചത്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വരുമ്പോൾ ഈ വചന ഭാഗം നമുക്ക് ഒത്തിരി സന്ദേശങ്ങൾ തരുന്നുണ്ട്. ഏറ്റവും കാതലായ സന്ദേശം നമ്മുടെ കൂടെ വസിക്കുന്ന, കൂടെയുള്ള കർത്താവിനെ അനുഭവിക്കുക, ആ സാന്നിധ്യം മനസ്സിലാക്കുക, ആ സാന്നിധ്യത്തിൽ ജീവിക്കുക. ഹൃദയം കഠിനമാക്കി വയ്ക്കാതെ എളിമപ്പെട്ട് നിരന്തരമായ ദൈവകാരുണ്യത്തിൽ ജീവിതത്തെ വിട്ടുകൊടുത്ത് ദൈവം നമുക്കായി ഒരുക്കുന്ന അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ, നിത്യസ്നേഹത്തിന് അനുഭവങ്ങളുണ്ട്. അത് സ്വന്തമാക്കി ഓരോ ദിവസവും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഈ ബലിയിലൂടെ അവർ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.